തെക്കേമല ഗ്രാമസംഗമം താൻ അട്ടിമറിച്ചതായി പഞ്ചായത്തംഗം ഷാജി പുലാട്ടിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്ന് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ നിജിനി ഷംസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടകയായ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട പരിപാടിയിൽ നിന്ന് പിന്മാറിയത് തന്റെ തലയിൽ വെച്ച് ഒഴിയുവാനുള്ള നീക്കമാണ് തെക്കേമല വാർഡ് മെമ്പർ കൂടിയായ ഷാജി പുലാട്ട് നടത്തിയത്. പരിപാടി സ്പോൺസർ ചെയ്യുന്ന സ്വകാര്യ സ്ഥാപന ഉടമകളെ സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ച് നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ പങ്കെടുക്കാതിരുന്നതെന്ന് കളക്ടറേറ്റിൽ നിന്നുള്ള ശബ്ദരേഖ നിജിനി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. ഹലോ, നമസ്കാരം. പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസമേ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചില്ലായിരുന്നോ? അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ കളക്ടർ മാഡത്തിന്റെ ഡേറ്റ് ഒരു 8-ാം തീയതി കിട്ടിയിരുന്നു. അപ്പൊ അതിനകത്ത് മാഡം വന്നില്ല. എന്നെ അവിടുന്ന് വിളിച്ച് ചോദിച്ചിരുന്നു, ഇത് പഞ്ചായത്താണോ ഫണ്ട് മുടക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് അറിയാനായിരുന്നു. അതല്ല, അതിനകത്ത് നമ്മുടെ 1-2 ഹോട്ടലുകാർ അവരെ ഇല്ലീഗലായിട്ട് കയ്യേറിയ ഹോട്ടലുകാർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞായിരുന്നു നമുക്കൊരു സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മേഡം വരുന്നില്ല കേട്ടോ. ആണല്ലേ? ഇവിടെ നമ്മുടെ ഒരു മെമ്പർ പറഞ്ഞത്, ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തലേന്ന് പ്രോഗ്രാം റദ്ദാക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം അറിയാനായിട്ട് വിളിച്ചത്. ഇല്ല, നമുക്കൊരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ മുതലെടുപ്പിന് വേണ്ടി പാർട്ടിയെ 2 ചേരിയാക്കുവാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത്. ഗ്രാമസംഗമം എന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിലല്ലെന്നും വാർഡ് തല പരിപാടി മാത്രമാണെന്നും എന്നാൽ ഇത് പഞ്ചായത്ത് പരിപാടിയാണെന്ന് ഇയാൾ പ്രചരിപ്പിക്കുകയായിരുന്നെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ ആരോപിച്ചു. എതിരെ തിരിച്ചുവിട്ടുകൊണ്ട് 2 ചേരിയാക്കി മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ് അതിൽ ചില വാക്കുകൾ ബോധപൂർവം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 2, ഈ പരിപാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട ചേർത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതല്ല. 3, തികച്ചും വാർഡിലെ മെമ്പർ നടത്തുന്ന ഒരു വാർഡിലെ പരിപാടിയാണിത്. 4, തെക്കേമല വാർഡിലെ താമസക്കാരനായ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പരിപാടിയിൽ ക്ഷണിക്കില്ല എന്ന് എന്നോട് വാർഡ് മെമ്പർ പറയുകയും എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ പേരും പടവും വെക്കരുതെന്ന് ഞാൻ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. തെക്കേമലയിലെ ഈ പരിപാടിയിലെ കൂടിയാലോചന യോഗത്തിൽ എൻ്റെ പാർട്ടിയിലെ വാർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്നോട് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആലോചനാ യോഗത്തിൽ ഞാനും പങ്കെടുത്തിട്ടില്ല. പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ പഞ്ചായത്തിൻ്റെ ലോഗോ ഉപയോഗിച്ച് നോട്ടീസ് അടിച്ചും എന്നോടോ സെക്രട്ടറിയോടോ അറിയിക്കാതെ പഞ്ചായത്തിൻ്റെ പ്രിൻറ്റിംഗ് വർക്കുകൾ ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ഓഫ്സെറ്റ് പ്രസ്സിൽ നോട്ടീസ് അടിച്ചു. അതിന് ഏകദേശം 6250 രൂപയുടെ നോട്ടീസാണ് അടിച്ചിരിക്കുന്നത്. നാട്ടിലെ വനിതാ സംഘടനകളിൽ നിന്നും വ്യാപക പിരിവ് നടത്തി. ഇതെല്ലാം പഞ്ചായത്ത് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നില്ലെന്ന് ഇയാൾ പറഞ്ഞപ്പോൾ അതിനാൽ പ്രചരണ ബോർഡിലും നോട്ടീസിലും തന്റെ പേരും പടവും ഉപയോഗിക്കരുതെന്ന് മുൻകൂട്ടി പറഞ്ഞ ശബ്ദരേഖയും നിജിനി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. നിങ്ങൾ എന്റെ ഫോട്ടോ പ്രചരിപ്പിക്കണ്ട, നിങ്ങളുടെ പ്രചരിപ്പിച്ചാ മതി. വെട്ടിയോരെ വാദിന്റെ അല്ലേ? അല്ലേലും വെട്ടിയ നിങ്ങളുടെ മതി. അതിന്റെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട അത് മതി എന്നാ സെക്രട്ടറി പറഞ്ഞേ. അതിന് ഇതൊന്നുമില്ല, നമ്മളെ പ്രചരിപ്പിക്കണ്ടായോ? നിങ്ങളുടെ വെച്ചാ മതി. നിങ്ങൾ വേറെ വെച്ച് നോട്ടീസ് അടിച്ചാ മതി. പഞ്ചായത്തല്ല കേട്ടോ നോട്ടീസ് അടിക്കുന്നേ. നിങ്ങളത് നിങ്ങളുടെയും കളക്ടറും വെച്ചാൽ മതി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്താനിരുന്ന പ്രോഗ്രാമിന് ജില്ലാ കളക്ടറെ ക്ഷണിക്കുവാൻ നൽകിയ കത്ത് ഇപ്പോൾ വ്യാജമായി പ്രചരിപ്പിക്കുകയാണെന്നും നിജിനി പറഞ്ഞു. ഞാനില്ല, അവിടെ ഇല്ലാത്ത കാര്യം നിങ്ങളുടെ ലെറ്റർ പാടി കൊടുക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ, വാർഡ് അവിടെ വാർഡിലെ കാര്യമല്ലേ നടക്കുന്നത്. ഇത് പഞ്ചായത്തിന്റെ പരിപാടി അല്ലല്ലോ, വാർഡിലെ പരിപാടി. എനിക്ക് അതൃപ്തകരമല്ല. ഞാൻ തന്റെ സഹപ്രവർത്തകരായ 2 മെമ്പർമാരെ താൻ ദ്രോഹിച്ചതായുള്ള ഷാജി പുലാട്ടിന്റെ ആരോപണം പുച്ഛിച്ച് തള്ളുന്നതായും മറുപടി അർഹിക്കുന്നില്ലെന്നും നിജിനി പറഞ്ഞു.
പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പഞ്ചായത്തിന്റെ ലോഗോ ഉപയോഗിച്ച് നോട്ടീസ് പ്രിന്റ് ചെയ്യുകയും താനോ പഞ്ചായത്ത് സെക്രട്ടറിയോ അറിയാതെ അതിന്റെ ബില്ല് പഞ്ചായത്ത് ചെലവിലാക്കാനും ശ്രമം നടത്തി. തെക്കേമല വാർഡിലെ വനിതാ സംഘങ്ങളിൽ നിന്നും ഗ്രാമസംഗമത്തിന്റെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തിയതായി മനസ്സിലാക്കുവാനായി. പ്രോഗ്രാമിന്റെ തലേദിവസം ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും തന്നെ വിളിക്കുകയും പ്രോഗ്രാമിന്റെ ചിലവുകൾ ആരാണ് നടത്തുന്നതെന്ന് പഞ്ചായത്ത് പണം മുടക്കിയാണോ പരിപാടി നടത്തുന്നതെന്നും ചോദിക്കുകയും എന്നാൽ ഈ പ്രോഗ്രാമിന് പഞ്ചായത്തുമായി യാതൊരു ബന്ധമില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹലോ മാഡം, തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോളൂ. മാഡം, ഇത് ഈ നോട്ടീസ് ഇല്ലേ, ഇതിന്റെ നോട്ടീസ് സ്പോൺസർ ചെയ്തേക്കുന്ന ഏലത്തിന്റെ ഓണറാണോ? ബാനറൊക്കെ ആണോ? അല്ല, നോട്ടീസ് അല്ല, കോർപ്പറേറ്റ് പ്രസ് ആണ്. ഫണ്ട് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. പ്രസ്സിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. ഫണ്ട് എവിടെ നിന്നാണ് സോഴ്സ് എനിക്കറിയില്ല. ശരി, ഓക്കെ, ശരി മാഡം. ഓക്കെ. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പരിപാടി ക്യാൻസൽ ചെയ്തതിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ തലയിൽ വരുത്തി തീർക്കുവാനുള്ള പുല്ലാടന്റെ നിലപാട് നീതിക്ക് നിരക്കാത്തതാണ്. ഇത് സംബന്ധിച്ച ഫോൺ സന്ദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ തെളിവായി നൽകി. തനിക്ക് സീറ്റ് നൽകിയതും പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും കോൺഗ്രസ് പാർട്ടിയാണ്. തനിക്കെതിരെ കോൺഗ്രസ് അംഗത്തിന്റെ വ്യാജ ആരോപണം നടത്തുന്നതിനും മറുപടി നൽകുന്നതിനും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും നിജിനി ഷംസുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ER ബൈജുവും പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.